അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2025 ജൂൺ മാസം 27-ാം തീയതി നടത്തിയ ജുമാ ഖുതുബ ആണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. പ്രസ്തുത ജുമാ ഖുതുബയുടെ വിഷയമായി ഹസ്രത്ത് ഖലീഫത്തുള്ള തിരഞ്ഞെടുത്തത് ഉത്തമമായത് തിരഞ്ഞെടുക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പ്രസ്തുത വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവഹിച്ചത്. ഹസ്രത്ത് ഖലീഫത്തുള്ള പ്രസംഗം തുടരുകയാണ്. മനുഷ്യരെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. മുന്നോട്ടു കുതിക്കുവാനുള്ള ഇച്ഛ അവനിൽ സദാ നിലനിൽക്കുന്നു. പുരോഗതി ആർജിച്ചുകൊണ്ട് സാമൂഹ്യ ഗോവണിയിൽ ഉന്നതങ്ങളിലേക്ക് ഉയരാൻ അവൻ ആഗ്രഹിക്കുന്നു. ഇഹലോക സാധന സാമഗ്രികളാകുന്ന ധനം നേടുന്നതിന് അവൻ അതിയായി ആഗ്രഹിക്കുന്നു. ധാരാളം ഉണ്ടെങ്കിലും അഥവാ ആവശ്യത്തിന് ഉണ്ടെങ്കിലും ഇനി അഥവാ ദാരിദ്ര്യത്തിലാണെങ്കിലും അവരെല്ലാം എപ്പോഴും കൂടുതൽ നേടുവാനായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി പ്രയാസമില്ലാത്തവർ ഗോവണിയുടെ ഉയരത്തിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ മധ്യവർഗമാണെങ്കിലും അവരും എപ്പോഴും ആഗ്രഹിക്കുന്നത് കൂടുതൽ നേടുവാനാണ്. അവരുടെ അഭിലാഷം ലക്ഷാധിപതികളായി തീരുക എന്നതാണ്, അഥവാ കോടീശ്വരന്മാരായി തീരുക എന്നതാണ്. ദാരിദ്ര്യത്താൽ പ്രയാസപ്പെടുന്നവരുടെ സ്വപ്നം സുഖപ്രദമായ ഒരു വീട്, ആവശ്യത്തിനുള്ള വീട്ടുസാധന സാമഗ്രികൾ, ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ധനസമൃദ്ധി, അതോടൊപ്പം അവരുടെ അടുത്ത കുടുംബത്തിനും അന്തസ്സായി കഴിയുവാനുള്ള ആസ്തി ഉണ്ടാകുക എന്നതാണ്. മധ്യവർത്തികളായ ആളുകളും ആഗ്രഹിക്കുന്നത് ഒരു നല്ല ജീവിതം ഉണ്ടാകുവാനാണ്. വിശിഷ്യ ഭാവി ജീവിതം ഭാസുരമായി തീരുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് തന്നെ. അതുകൊണ്ട് അവർ ഇപ്പോഴത്തെ അവസ്ഥ ശരിയാക്കുക എന്നതിനപ്പുറം ഭാവി ജീവിതത്തെയും ധന്യമാക്കി തീർക്കുന്നതിനുള്ള യത്നത്തിലാണ്. നന്നായി തീരുക, പുരോഗതി പ്രാപിക്കുക എന്ന ഈ ഇച്ഛ, അതിനാൽ തന്നെ അത് ആക്ഷേപാർഹമായ കാര്യമൊന്നുമല്ല. അതെ, അശേഷം ആക്ഷേപാർഹമായ കാര്യമല്ല. പ്രതീക്ഷയുടെയും നമ്മുടെ ഭാവി വഴി നിർമ്മിക്കുവാനുള്ള കഴിവും നൽകിയാണ് അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്.
അങ്ങനെയാണെങ്കിലും നമ്മുടെ ഇച്ഛകൾ, ആഗ്രഹങ്ങൾ അന്ധമാവുകയാണെങ്കിൽ അവിടെ അപകടം പതിയിരിക്കുന്നു. ഒരു അതിയായ ആഗ്രഹം ഉൾപ്രേരണയാൽ ഒരു വ്യക്തി വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഭൗതിക സാധനങ്ങൾക്ക് വേണ്ടി അതിനായി അവനാൽ കഴിയുന്നതെല്ലാ ത്യാഗങ്ങളും സഹിക്കേണ്ടി വരുന്നു. അവൻ്റെ സാമൂഹ്യവും സാമ്പത്തികവുമായ പദവി ഉയർത്തുന്നതിനായി, അത് അവൻ്റെ ആത്മീയത നഷ്ടപ്പെടുത്തിക്കൊണ്ടായാലും ശരി, അവൻ അതിനായി അവൻ്റെ സൃഷ്ടാവുമായുള്ള ബന്ധം മുറിച്ചുകൊണ്ടാണെങ്കിലും ശരി, അത്തരം ഭൗതിക ധനം ആർജിക്കുന്നതിനായി അവൻ പരിശ്രമിക്കുന്നു. ഈ നിലയിൽ അവൻ അന്ധനായി കഴിയുമ്പോൾ അവൻ്റെ ആത്മീയ കടമ മറന്നു പോകുന്നു, ബോധം നഷ്ടമാകുന്നു, വരുംകാല ജീവിതത്തെ മനസ്സിലാക്കുവാനുള്ള കഴിവ് നഷ്ടമാകുന്നു. അതായത് മരണാനന്തര ജീവിതത്തെപ്പറ്റി. ഈ ലോക ജീവിതത്തേക്കാൾ ശ്രേഷ്ഠമായ പാരത്രിക ലോക ജീവിതത്തെ അവൻ വിസ്മൃതിയിൽ തള്ളിവിടുന്നു. വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന അതിസൂക്ഷ്മമായ കാര്യം ഇതുതന്നെയാണ്. അല്ലാഹു തആല പറയുന്നു, അന്യോന്യം പെരുപ്പം കാണിക്കൽ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടിരിക്കുന്നു. സ്വത്ത്, വീട്, പണം, ജീവിത വിഭവങ്ങൾ നിങ്ങൾ കബറിടങ്ങൾ സന്ദർശിക്കുന്നതുവരെ, കബറിടങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നതുവരെ നമ്മുടെ ശ്രദ്ധ സ്വത്ത്, വീട്, പണം, ജീവിത വിഭവങ്ങൾ, ഇങ്ങനെ ഇതിൽ പെരുമ മക്കാബർ, കബറുകൾ സന്ദർശിക്കുന്നത് വരെ നിങ്ങൾ പരസ്പരം പെരുമ കാണിച്ചുകൊണ്ടേയിരിക്കും. സൂറത്തു തകാസുറിൽ 2-3 വചനങ്ങൾ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് മരണം ഇതാ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. നമ്മളത് കാണുന്നില്ല. നാം ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. ഈ വചനങ്ങൾ മനുഷ്യൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി വിവരിക്കുന്നു. ജനങ്ങൾ ഭ്രാന്തമയമായ ഓട്ടത്തിൽ നിരന്തരം വ്യാപൃതമായിരിക്കുമ്പോൾ, ഭൗതിക ധനം കുന്നുകൂട്ടുന്നതിനുള്ള നിരന്തര ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അനിവാര്യമായും നേരിടേണ്ടി വരുന്ന മരണാവസ്ഥയെ അവൻ മറന്നുപോകുന്നു. അവരുടെ കുഴിമാടങ്ങളിൽ അവർ ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ ധനമോ അവരുടെ പദവിയോ അവരുടെ കുടുംബങ്ങളോ പോലും അവരെ പിന്തുടരുകയില്ല, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. എന്നാൽ ചില രക്ഷിതാക്കൾക്ക് സ്വാത്വികരായ സന്താനങ്ങൾ ഉണ്ടെങ്കിൽ, രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്താൽ അത് പ്രയോജനകരമാകും. അല്ലെങ്കിൽ രക്ഷിതാക്കൾ അവർ സ്വയം പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം അവരുടെ സന്താനങ്ങൾക്കായി ചെലവഴിച്ചാൽ അത് പ്രയോജനം ചെയ്യും. അങ്ങനെ ആയാൽ പാരത്രിക ലോകത്ത് അവർ അതിൻ്റെ പ്രതിഫലം നേടുന്നതാണ്. എന്നാൽ കൂടുതൽ സമയവും ജനങ്ങൾ അള്ളാഹുവിനെ മറന്നുപോകുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു കണക്ക് അവർ ബോധിപ്പിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം അവർ വിസ്മരിച്ചു പോകുന്നു. അവരുടെ ഭൂമിയിലെ ജീവിതം അവരെ കണ്ണഞ്ചിപ്പിച്ചിരിക്കുന്നു. അതിനാൽ അവർ അള്ളാഹുവിനെ മറന്നുപോയി. അവനോടുള്ള അവരുടെ ഉത്തരവാദിത്വവും അവർ മറന്നുപോയി. അങ്ങനെ അള്ളാഹു ജനങ്ങളുടെ തെറ്റായ വഴികളെക്കുറിച്ച് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ആത്മീയതയെ അവർ കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇഹലോക സാധന സാമഗ്രികൾ നേടിയുള്ള അവരുടെ പരക്കം പാച്ചിലിൽ അന്ന് മരണത്തെ അവർ മറന്നിരിക്കുന്നു. അവരുടെ തെറ്റുകൾ തിരുത്തി നന്നാകുവാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ് അള്ളാഹു അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ജീവിതത്തിൽ യഥാർത്ഥ മുൻഗണന കൊടുക്കേണ്ട കാര്യത്തെ സംബന്ധിച്ച് ഒരു പുനരാലോചന നടത്തുവാൻ ആവശ്യപ്പെടുകയാണ്. ഈ ഭൗതിക ലോകം ഒരു രീതിയിലും അവൻ്റെ ആത്മീയ ഉത്തരവാദിത്വ നിർവഹണത്തെ ബാധിക്കരുത്. സർവോപരി മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന കാര്യം അവൻ വിസ്മരിക്കരുത്.
അതിനുവേണ്ടി നിശ്ചയമായും അവൻ തയ്യാറാകേണ്ടതാണ്. അത് തീർച്ചയായും അനന്തമായ ഒരു ജീവിതമാണ്. അത് നിലനിർത്തുവാൻ അള്ളാഹു ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഒരുവൻ്റെ ആത്മാവ് അത് ജീവനുള്ള അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നതാണ്. അത് അതിൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിയുന്നു. അത് അവനെ മാത്രം എന്നെന്നും ആരാധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹു തആല ഇത് പറയുമ്പോൾ ഇഹലോകത്തിലെ അനുഗ്രഹങ്ങളെ ജനങ്ങൾ പാടെ നിരസിക്കുക എന്ന് ഇതിനർത്ഥമില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു തആല അവൻ തന്നെ നമ്മെ താഴെ പറയുന്ന ദുആ പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ നല്ലതിനെ നൽകണമേ, പരലോകത്തും നീ ഞങ്ങൾക്ക് നല്ലതിനെ നൽകണമേ, നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഇവിടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം, ജനങ്ങൾ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇഹലോകത്ത് കഴിയേണ്ടതാണ്. അവൻ ഇവിടെ സൗമ്യതയോടെ കഴിഞ്ഞുകൂടേണ്ടതാണ്. അമിതത്വം കാണിക്കരുത്, അഥവാ വ്യർത്ഥമായ കാര്യത്തിൽ വ്യാപരിക്കരുത്. നമ്മുടെ പ്രിയ പ്രവാചകൻ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പൂർണനായ ഒരു വഴികാട്ടിയായിരുന്നു. മാനവകുലത്തോട് അനുകമ്പാ സമീപനമാണ് നടത്തിയത്. അദ്ദേഹം തൻ്റെ അനുചരന്മാരെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, നിരർത്ഥകമായ താൽക്കാലിക ഇഹലോക സാധനങ്ങളിൽ നിങ്ങൾ അതിയായി കെട്ടിപ്പിണഞ്ഞ് കിടക്കരുത് എന്ന്. ഈ കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ക്ഷണികമായ ഈ ഇഹലോക സാധന സാമഗ്രികളിൽ നിന്ന് നിങ്ങൾ പിടിച്ചു തൂങ്ങി കിടക്കരുത് എന്ന് അദ്ദേഹം പകർന്നു നൽകിയ യഥാർത്ഥ അധ്യാപനം. യഥാർത്ഥ ധനം ആത്മാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം നല്ല പ്രവർത്തനങ്ങളിലുമാണ് അത് കുടികൊള്ളുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഷാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അദ്ദേഹം കേട്ടു. ആദം സന്തതി ഇടവിടാതെ പറയുന്നു, എൻ്റെ ധനമേ, എൻ്റെ ധനമേ. എന്നാൽ അവൻ്റെ ധനം 3 കാര്യങ്ങളിൽ മാത്രമേ അവനോടൊപ്പമുള്ളൂ. ഒന്ന്, അവൻ ഉപഭോഗിക്കപ്പെട്ടത്, അതായത് നമ്മൾ കഴിച്ച ആഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടേതായി നമുക്ക് വന്നു. 2, അവൻ അണിഞ്ഞതും ഉപയോഗിച്ചതും, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടേതാണ്. 3, അവൻ ചെയ്ത ദാനധർമ്മവും. ഇനി നമ്മുടെ സ്വത്തിൽ നിന്ന് നമ്മൾ ആർക്കെങ്കിലും ദാനമായി എന്തെങ്കിലും ചെയ്തെങ്കിൽ അതും നമ്മുടേതാണ്. ബാക്കിയെല്ലാം മറ്റുള്ളവർക്ക് അനന്തരാവകാശമായി പോകുന്നതാണ്. ബാക്കി എന്തൊക്കെ നമ്മൾ കോടാനുകോടി ഒരുമിപ്പിച്ച് വെച്ചാലും അതെല്ലാം അനന്തരാവകാശികളെന്നോ മറ്റുള്ളവരായ ആളുകളോ അത് പകർന്നു കൊണ്ടുപോകും. അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നതല്ല. ഇനി അപ്രകാരം പ്രയോജനം ചെയ്യുന്നു എങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓരോ മനുഷ്യനും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇഹലോകവുമായിട്ടുള്ള അവൻ്റെ ബന്ധം അവസാനിക്കുകയാണ്. 3 കാര്യങ്ങൾ ഒഴികെ. അതിൽ 1, താൻ പകർന്നു നൽകിയ അറിവ് ഭൂമിയിൽ നിലനിൽക്കുമെങ്കിൽ അതിൽ നിന്നുള്ള സൽഫലങ്ങൾ അവന് ഖബറിലെത്തുന്നതാണ്. മറ്റൊന്ന്, സദഖത്തുൻ ജാരിയ, അവൻ്റെ മരണശേഷവും ഈ ഭൂമിയിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, നന്മയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഇവിടെ മരണശേഷവും നിലനിൽക്കുമെങ്കിൽ അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലമായി വരുന്നതാണ്. 3, വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അവൻ്റെ സൽസന്താനം ഉണ്ടെങ്കിൽ അവർ അവരുടെ കുഴിമാടങ്ങളിൽ തിരിച്ചറിയുകയും അവിടെ പോയി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അവർ ജീവന തുല്യം സ്നേഹിച്ച് വളർത്തി വലുതാക്കി അവർക്ക് കഴിയുന്നതെല്ലാം അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്ത് അവരെ വളർത്തിയെടുത്ത അത്തരം സന്താനങ്ങൾ സജ്ജനങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ അവർ ആ കുഴിമാടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കും.
അവർ 5 നേര പ്രാർത്ഥനകളിൽ അവർ ഓർക്കും. അത്തരത്തിൽ അവർക്ക് അവിടെ ഖബറിൽ അത് കിട്ടും. അപ്പോൾ സദഖത്തുൻ ജാരിയ, ഇൽമുൻ യുന്തഫഉ ബിഹി, വലദുൻ സാലിഹുൻ യദ്ഉ, ഇതല്ലാത്ത ഇൻഖതഅൻഹു അമലുഹു, ഇതല്ലാത്ത എല്ലാം ഇഹലോകവുമായിട്ട് വേർപെട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഉള്ള നമ്മളുടെ ജീവിതം എങ്ങനെയാണ് നമുക്ക് അത് കരുപ്പിടിപ്പിക്കേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മരണശേഷം നമുക്ക് അനന്തമായ ഒരു ജീവിതമുണ്ട് എന്ന് ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹു നമ്മളോട് പറയുന്നു. അവൻ്റെ സൃഷ്ടി വൈഭവങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. അങ്ങനെയുള്ള ആ സൃഷ്ടാവ് നമുക്കിതാ ബോധനം നൽകിയിരിക്കുന്നു. ഇത്തരത്തിലാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുകയാണ്. അത് നിങ്ങളുടെ മരണമാണ്. ആ മരണത്തെ നിങ്ങൾ മുഖാമുഖം കാണേണ്ടി വരിക തന്നെ ചെയ്യും. അന്ന് നിങ്ങൾ ഓർത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതിന് മുമ്പ് ഓർത്ത് ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനായി നിങ്ങൾ പരിശ്രമിക്കുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഖബറിൽ നിങ്ങളുടെ കണക്ക് ബുക്കുകൾ സമർപ്പിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കണക്ക് ബുക്കിനെ സഹായിക്കാൻ ഒരു മനുഷ്യനും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഒരു സമ്പത്തും ഉണ്ടാവില്ല. ഉണ്ടാകുന്നത് മുഴുവൻ ഈ കർമ്മങ്ങൾ മാത്രമാണ്. ഈ കർമ്മങ്ങൾ നിലനിൽക്കുന്നതും ഫലദായകവുമാണെങ്കിൽ ആ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചതിൻ്റെ പേരിൽ നമുക്കതിൻ്റെ ഫലമുണ്ടാകുന്നതാണ്. ഇത് വളരെ ദൈർഘ്യമുള്ള ഒരു ഖുതുബയാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള തുടരുന്നു. അബ്ദുല്ലാഹിബിൻ ഷാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അദ്ദേഹം കേട്ടു. ആദം സന്തതി ഇടവിടാതെ പറയുന്നു, എൻ്റെ ധനമേ, എൻ്റെ ധനമേ. എന്നാൽ അവൻ്റെ ധനം 3 കാര്യങ്ങളിൽ മാത്രമേ അവനോടൊപ്പമുള്ളൂ. അവൻ ഉപയോഗിക്കപ്പെട്ടത്, താൻ ഭക്ഷിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവൻ്റേതായി. അവൻ അണിഞ്ഞതും ഉപയോഗിച്ചതുമായ അവൻ്റെ വസ്ത്രങ്ങളോ മറ്റ് ഇതോ ഉണ്ടെങ്കിൽ അവൻ്റേതായി. അവൻ ചെയ്ത ദാനധർമ്മവും ബാക്കിയെല്ലാം മറ്റുള്ളവർക്ക് അനന്തരാവകാശമായി പോകുന്നതാണ്. ആ അനന്തരാവകാശമായി പോകുന്നതിൽ നിന്ന് നമുക്ക് ഖബറിലോ അടുത്ത ജീവിതത്തിലോ ഒന്നും തരാമെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അനന്തരാവകാശമായി എന്നെന്നും നിലനിർത്തേണ്ടത് ഇത്തരത്തിലുള്ള നല്ല സ്ഥാപനങ്ങളായിരിക്കണം. അതിനെ ഏറ്റെടുത്ത് നടത്തുന്ന സൽസന്താനങ്ങളാണെങ്കിൽ അവർ 5 നേര പ്രാർത്ഥനകളിൽ മാതാപിതാക്കൾക്ക് വേണ്ടി, ആ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സൽഫലങ്ങൾ നമ്മുടെ ഖബറുകളിലേക്ക് എത്തും. ഈ ഹദീസ് ഭൗതിക ധനത്തിൻ്റെ ക്ഷണികമായ പ്രകൃതിയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നാം കുന്നുകൂട്ടുന്ന തുകയെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ കുഴിമാടത്തിലേക്ക് വരുന്നില്ല. നമ്മുടെ യഥാർത്ഥമായ സമ്പാദ്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ്. ഈ ആശയം മറ്റൊരു ഹദീസിലൂടെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ 3 കാര്യങ്ങൾ അവനെ പിന്തുടരും. 1, അവൻ്റെ കുടുംബം. നമ്മൾ മരിച്ചു, കുളിപ്പിച്ചു, ഒരു കഫം പൊതിഞ്ഞു, എന്നിട്ട് എടുത്ത് തോളെ വെച്ച് അപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം മുമ്പിലോ പുറയിലോ ഇടത്തോ വലത്തോ ഒക്കെ ആയിട്ട് ആ ശവമഞ്ചത്തിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്തുടരുന്നത് എന്താണ്? 1, അവൻ്റെ കുടുംബം. 2, അവൻ്റെ ധനം. അവൻ്റെ കൂടെ അവൻ വലിയ ആളായിരുന്നു, അവൻ്റെ ധനവും അവൻ്റെ എല്ലാ ആഡംബരങ്ങളും ഇതാ പോകുന്നു എന്ന് പറഞ്ഞ് അതും കൂടെ ഉണ്ട്, ഇന്ന ആളിൻ്റെതാണ് എന്ന് പറഞ്ഞ് അതും അവനോടൊപ്പം എത്തുന്നു. ഈ 3 അവൻ്റെ പ്രവർത്തനങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഈ മരിച്ച ആളിനോടൊപ്പം ഖബറിലേക്ക് യാത്ര പോവുകയാണ്. 1 കുടുംബവും, മറ്റൊന്ന് ധനവും, മറ്റൊന്ന് അവൻ്റെ പ്രവർത്തനങ്ങളുമാണ്. അതിൽ 2 അടങ്ങിപ്പോകുന്നു. ഖബറിൽ നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ 2, അതായത് കുടുംബവും ധനവും മടങ്ങി വരിക, അവൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നില്ല. 1 അവനോടൊപ്പം നിലയുറപ്പിക്കുന്നു, അത് അവൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇഹലോകത്ത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്താണോ ആ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കൂടെ ഖബറിൽ നിൽക്കുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ, ബന്ധുക്കൾ, സ്വന്തക്കാർ, കൂട്ടുകാർ എല്ലാം നമ്മളോടൊപ്പം ഖബർ വരെ വന്നിട്ട് അവർ തിരിച്ചു നടക്കും.
നമ്മുടെ ധനവും മാക്സിമം നമ്മുടെ കൂടെ വരുന്നത് ഖബർ വരെ ആയിരിക്കും. അതും തിരിച്ചു നടക്കും. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മളും മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും ഫലദായകമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തലമുറ നമ്മുടെ പുറകെ വരികയാണ്. അവർക്കും ഈ കാര്യങ്ങളൊക്കെ പകർന്നു നൽകി ഈ ബോധ്യത്തോടു കൂടിയാണ് അവരെ ജീവിപ്പിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതം ഇഹലോകവും നാളെ പരലോകവും ധന്യമായി തീരും. അതിനുവേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ. ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്ന ഈ ഉപദേശം, ഈ പ്രസംഗം മറ്റൊരു പ്രഭാഷണത്തിലൂടെ ബാക്കി നമുക്ക് തുടരാവുന്നതാണ്. കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ഖുത്ബയുടെ ആന്തരികമായ സത്ത ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ഒരു പുനർചിന്ത നടത്തുവാനും എന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.